ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തരും സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണണേ. അപ്പോൾ ഞാൻ ഈ പൂരി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇന്നാളി പറഞ്ഞില്ലായിരുന്നു, എൻ്റെ അമ്മയ്ക്ക് പൂരി ഒത്തിരി ഇഷ്ടമാണ്, ആ പൂരി ഉണ്ടാക്കുന്നതാണ് ഞാൻ അമ്മയെ ഓർക്കുന്നത്. അപ്പം അന്ന് തൊട്ട് മായയും ചോദിക്കും, ഗീതേച്ചും ചോദിക്കുന്നു അമ്മയെ ഓർത്തോ. അപ്പോൾ ഇന്നലെ ഗീതേച്ച് പറഞ്ഞ് പൂരി അമ്മക്കിളിന്ന് എഴുതി. നമ്മൾ പൂരി ഉണ്ടാക്കില്ലെങ്കിലും അമ്മമാരെ എന്നും നമ്മൾ എപ്പോഴും ഓർക്കും. നമുക്ക് എന്തെങ്കിലും ഈ അസുഖമൊക്കെ ആയിട്ട് വരുമ്പോഴാണ് അമ്മമാരെ കൂടുതൽ ഓർക്കുന്നത്, അമ്മ അടുത്തുണ്ടായിരുന്നെങ്കിലെന്ന്. നമ്മളിപ്പം എത്ര വലുതായാലും നമുക്ക് കുഞ്ഞുങ്ങളുണ്ടായാലും കുഞ്ഞുങ്ങളുണ്ടായാലും നമുക്ക് നമ്മുടെ പേരൻസിനോട് അത്രയ്ക്കൊരു എൻ്റെ ഇവിടെ കണ്ടോ, ഇവിടെ എനിക്ക് പൊട്ടുന്നു. കാരണം ഈ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ 2 തീര 5 ഡേയ്സ് കഴിഞ്ഞാണ് വീണ്ടും ആൻറ്റിബയോട്ടിക് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ആൻറ്റിബയോട്ടിക്കൊക്കെ കഴിച്ച് ചൂടായതാന്ന് തോന്നുന്നു. അപ്പം ഇപ്പോൾ ചേച്ചി നമ്മൾ പറഞ്ഞ് എടി ഇച്ചിരി തേൻ തേച്ച് നോക്കാൻ. ഈ 2 സൈഡും എനിക്ക് ഇങ്ങനെ കുരു പോലെ പൊട്ടി വിടുന്നു. ആരോ വന്നെന്ന് തോന്നുന്നു, റേച്ചാൻ വന്നതായിരുന്നു. അപ്പം ബി കോംപ്ലക്സ് ഒക്കെ കഴിക്കുന്നുണ്ട്, എന്നാലും ഈ ഒരു പ്രശ്നമുണ്ട്. പിന്നെ മായ ചോദിച്ചായിരുന്നു ചേച്ചി ഈ വർഷം നാട്ടിൽ വരുന്നുണ്ടോയെന്ന്. നാട്ടിൽ വരുന്ന കാര്യം പോളിന് പ്രൈസിനും 2 സമയത്താണ് അവധി. അതുകൊണ്ട് നാട്ടിലെ ചിലപ്പം വിരക്കം ഇങ്ങോട്ട് പറയാൻ പറ്റത്തില്ല എന്തുവാന്ന്. പിന്നെന്തുവാന്നുള്ളത് നോക്കട്ടെ. പിന്നെ ഇതാ ഇന്നത്തെയും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക. ചിലരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അറിയാം. അപ്പോഴേ നിങ്ങൾ ഫേസ്ബുക്കിലെ ബ്യൂട്ടിഫുൾ ലൈഫ് എന്നും പറഞ്ഞ് എൻ്റെ ഫേസ്ബുക്ക് പേജുണ്ട്, അതിലൊന്ന് വീഡിയോ ഒക്കെ കാണണേ. അതിൽ കുറച്ചേ ആൾക്കാർ കാണുന്നുള്ളൂ. അതിൽ എനിക്ക് ഫോളോവേഴ്സും കുറച്ചേ ഉള്ളൂ, വളരെ ചുരുക്കമാണ്. പക്ഷേ എൻ്റെ ഫേസ്ബുക്ക് ID ആണെങ്കിൽ അതിൻ്റെ അകത്ത് 550ഓളം ഫോളോവേഴ്സുണ്ട്. പിന്നെന്തുവാ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. നാളെ മറ്റന്നാൾ ഹോളിയാണ്, ഇവിടെ തികർപ്പായിരിക്കും. പ്രൈസൻ ഇപ്പോഴേ താഴെ കളിക്കാൻ പോകുന്നതന്നെ. അവർ പിള്ളേരൊക്കെ ഈ ഇത് നിറച്ച് ഏറും ബഹളമൊക്കെ ഉണ്ട്. അപ്പം എല്ലാ സൊസൈറ്റിക്കാരും ഗാർഡനൊക്കെ നനയ്ക്കാനുള്ള പൈപ്പുണ്ടല്ലോ താഴെ, അതെല്ലാം ബന്ധാക്കി വെച്ചേക്കുക. കാരണം ഈ പിള്ളേരെല്ലാം ചെന്ന് വെള്ളം തുറന്ന് കളിയുക അവിടെ. ഓക്കെ. ഇപ്പം രാവിലെ ഇഡലിക്ക് ഞാനവിടെ ഒഴിച്ച് വെച്ചു. പിന്നെ ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഒരാൾക്ക് ടിഫിൻ മതിയല്ലേ. അപ്പം പിന്നെ പ്രൈസമോന് ഇനിയിപ്പോൾ അവധിയല്ലേ, അപ്പം പോളിന് ടിഫിന് വേറെ വല്ലതും ഉണ്ടാക്കാമെന്ന് വെച്ച്. ഇപ്പോൾ പോളിന് കൊടുത്തുവിടാൻ ഞാൻ ഇങ്ങനെ ബ്രെഡ് ഇങ്ങനെ സ്ലൈസ് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ, ഇത് പല രീതിയിൽ ചെയ്യും. മുട്ട ആദ്യം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ബ്രെഡ് വയ്ക്കാം, ഇങ്ങനെ ചെയ്യാം. അപ്പം ഇത് ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെയൊക്കെയുള്ള കിസ്മത്ത് പണികൾ യുവമാർക്ക് ഇഷ്ടമല്ലേ. അപ്പം ഞാനൊരു 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിൻ്റെ അകത്ത് ഇച്ചിരി ടൊമാറ്റോയും സവാളയും അരിഞ്ഞ് ഉപ്പും ചേർത്ത് ഇത്തിരി കുരുമുളകും ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ല 2 മുട്ടയും ഈ ബ്രെഡും ഒക്കെ ആകുമ്പോഴത്തേക്കിന് നല്ല. ഞാൻ ചോദിച്ചേട്ടാ ചീസ് ഉണ്ടെങ്കിൽ ചീസും ചേർക്കാം. അപ്പോൾ ചീസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തില്ല. എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ പറഞ്ഞു അടിപൊളിയായിരുന്നു മമ്മി, ഇങ്ങനെ ഉണ്ടാക്കി തന്നാൽ മതിയെന്ന്. കുറച്ച് നാൾ ഇനി ഇതിൻ്റെ പുറകെ ആയിരിക്കും. പിന്നെ കഴിച്ച് ഇതിൻ്റെ ഷോക്ക് അങ്ങ് നിൽക്കും കുറച്ച് നാൾ കഴിയുമ്പം. അടിയിൽ ഇങ്ങനെ ബ്രെഡ് വെച്ചത് കൊണ്ട് തീ ഏറ്റവും കുറച്ചിട്ടേക്കുവാണ് കേട്ടോ, അല്ലെങ്കിൽ ബ്രെഡ് കരിഞ്ഞു പോകും. അതേസമയം മുട്ടയാണ് അടിയിൽ കിടക്കുന്നതെങ്കിൽ അത്രയും കുഴപ്പമില്ല. തീ ഏറ്റവും കുറച്ചിട്ടിട്ട് ഞാനിതൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം സൈഡിലൊക്കെ ഒരു ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനൊന്ന് തിരിച്ചിടാൻ വേണ്ടി ഇങ്ങനെ പാത്രം മുകളിൽ വെച്ച് അതൊന്ന് പാത്രത്തിൽ തട്ടിയിട്ടിട്ട് പിന്നെ തവയിലോട്ട് വീണ്ടും ഇട്ട് ആ സൈഡൂടെ ഒന്ന് വേവിക്കുക. അന്നേരം ഇച്ചിരി ആ മുകളിലുള്ള സവാളയും ടൊമാറ്റോയൊക്കെ ഒന്ന് ഇളകിപ്പോകും, സാരമില്ല. അപ്പം ഞാൻ ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് അതിലോട്ട് ഇത് തട്ടിയിട്ട് കൊടുക്കാം. അപ്പം
അപ്പോൾ ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഇഡലി സാമ്പാറും വേണ്ടിയവർക്ക് ഇഡലി സാമ്പാറും, ദോശയും സാമ്പാറും വേണ്ടിയവർക്ക് ദോശയും സാമ്പാറും, പിന്നെ ദോശയ്ക്കകത്തിലെ ഇഡലിയുടെ പൊടിയുണ്ടല്ലേ അത് കലക്കി വേണ്ടിയവർക്ക് അങ്ങനെ. രാവിലത്തേക്ക് കഴിഞ്ഞിട്ട് ഞാനൊരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെച്ചായിരുന്നു. എൻ്റെ മൊബൈൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതവിടെ ഞാൻ എക്സ്പോർട്ടിങ്ങിന് ഇട്ടേക്കുമായിരുന്നു. കുറേ സമയം എടുത്തു. അതുകൊണ്ട് വെണ്ടയ്ക്കയുടെ സ്റ്റാർട്ടിങ് ഒന്നും കണ്ടില്ല. ഞാൻ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി വെക്കുന്ന അറിയാമല്ലോ. അതുപോലെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഇപ്പം റെഡി ആയിട്ടുണ്ട്. മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്, അതായത് ഇച്ചിരി കോളിഫ്ലവർ, ഉരുളൻകിഴങ്ങ്, മട്ടർ, നമ്മുടെ വഴുതനങ്ങ, സവാള എല്ലാം കൂടിട്ട്. അത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഈ വഴുതനങ്ങ ഇട്ടുള്ള, അല്ലാതെ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം എന്തോന്ന് ചെയ്യുന്നത്, ഒരു ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് ഈ കോളിഫ്ലവർ ഇച്ചിരി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് വറുത്തെടുക്കുന്നത്. ഇച്ചിരി പച്ചപ്പൊന്ന് പോട്ടെ. അപ്പോൾ ഇത് ഞാനിങ്ങനെ കോരിയെടുക്കുക. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു തവയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് പോൾമോൻ്റെ നൂഡിൽസ് ഉണ്ടാക്കുന്ന പാത്രം ഇതാണ്. അപ്പോൾ ഇത് ഞാൻ എടുത്തത് കണ്ടില്ലേ, എന്നെ ഇങ്ങനെ അങ്ങ് അടുക്കിച്ച് വന്ന് പിടിക്കുന്ന പോലെ. പക്ഷേ കഴിയ ഉടനെ അതങ്ങ് പോവും. പക്ഷെ നല്ല ഭയങ്കര കട്ടിയായി ഇത്. ഞാനങ്ങനെ ഇതിങ്ങനെ കുക്കിങ്ങിന് എടുക്കാറില്ല. ഇത് അവൻ്റെ അതും പറഞ്ഞ് അങ്ങനെയല്ല, അവൻ ഇതിനായിട്ട് വേണ്ടി ഇതാണ് എടുക്കുക. കാരണം ഇതിന് പിടിയുള്ളത് കൊണ്ട് അവന് എല്ലാ പരിപാടികളും അത് ചെയ്യാം. ഞാൻ ആ വഴുതനങ്ങ അന്ന് റേച്ചാൻ കൊണ്ടുവന്ന് വഴുതനങ്ങ ഇട്ട് ഈ കൂട്ടാൻ ഇവിടെ അത് ഈ വഴുതനങ്ങ ഉണ്ടെന്നുള്ളത് ആർക്കും മനസ്സിലായിട്ടില്ല. എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ളത്. എല്ലാവർക്കും എന്ന് പറയാൻ ഇവിടെ അപ്പച്ചൻ എന്തോ കൊടുത്താലും കുഴപ്പമില്ല. ഇവിടെ എടുത്തു പറയുന്നത് ഇവിടുത്തെ ടേസ്റ്റുകാരൻ പോളല്ല. അവൻ പറഞ്ഞത് നല്ലതായിരുന്നു മമ്മി, സൂപ്പറായിരുന്നു. കൊച്ചതും കഴിച്ചു. അപ്പോൾ ഞാൻ ഈ സവാളയൊന്ന് വാടി വന്ന് അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയെ നിറച്ചെടുക്കണം. 1 ടേബിൾ സ്പൂണും 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, മസാലയൊന്ന് മൂത്ത് വരാൻ വേണ്ടി ഞാൻ ഇച്ചിരി ഒന്ന് അടച്ചു കൊടുത്തായിരുന്നു. ഇപ്പം മസാലയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്കിനി ഞാൻ ആ ഉരുളൻകിഴങ്ങും കുറച്ച് മട്ടർ ഉണ്ടായിരുന്നു, അതൊന്ന് പൊളിച്ചിട്ട് അതൊന്ന് കഴുകി ആ മട്ടർ കൂടി ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കട്ടെ. ഉരുളൻകിഴങ്ങൊരു മീഡിയം സൈസിലെ 3 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. വഴുതനങ്ങ ഏതാണ്ട് ഈ ഗ്രീൻ കളറിൽ കഴുകിയിട്ടൊന്ന് വെള്ളത്തിൽ ഇട്ടേക്കണം, അന്നേരം കറുക്കത്തില്ല. 2 എണ്ണ ഉള്ളായിരുന്നു, അന്ന് റേച്ചാൽ 3 എണ്ണം കൊണ്ടുവന്നില്ലേ. വലിയതാണെങ്കിൽ 1 ടൊമാറ്റോ, ഇതൊരു മീഡിയം സൈസിലായതുകൊണ്ട് 2. കുറച്ച് ഉപ്പ് ഇട്ടിട്ടേ ഇനി ആദ്യം വെള്ളമൊന്നും ഒഴിക്കണ്ട, പിന്നെ നമുക്ക് നോക്കാം. പെട്ടെന്ന് അടുക്കി പിടിക്കുന്ന പാത്രം, അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി വെള്ളം ഒന്ന് ഇങ്ങനെ തളിച്ച് കൊടുക്കുന്നുണ്ടേ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് കിടക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അടുക്കി പിടിക്കുന്നുണ്ടോ എന്തോന്നുള്ളത് വെച്ചേ. ഇളക്കിയായിരുന്നേ. ഇനി ഇതിനകത്തൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കോളിഫ്ലവർ കൂടെ ഇട്ട് കൊടുക്കാം. ഈ കോളിഫ്ലവർ ഇങ്ങനെ പച്ചയ്ക്ക് നമ്മൾ ഡയറക്റ്റ് ഇടുന്നതിനേക്കാൾ ഇങ്ങനെ ഇച്ചിരി ഒന്ന് അതിൻ്റെ അകത്തെ വെള്ളമൊക്കെ ഒന്ന് വലിച്ച് ഒരു ഇച്ചിരി ഓയിലൊഴിച്ച് ഇങ്ങനെ ഒന്ന് വറുത്തിടുമ്പം ഒരു നല്ലൊരു ഇതുണ്ട്. അല്ലെങ്കിൽ അതങ്ങ് വെന്തളിഞ്ഞ് അതിൻ്റെ അകത്തങ്ങ് ഒത്തിരി അങ്ങ് വെന്തങ്ങ് അതിൻ്റെ അകത്താകുമ്പോൾ അതിനോടത്ര ഇവിടെ അത്ര ഇഷ്ടമല്ല. ഇങ്ങനെ ചെയ്യുമ്പം കുഴപ്പമില്ല, നല്ലൊരു ടേസ്റ്റ് കിട്ടും.
അപ്പം ഞാൻ ഇച്ചിരി കൂടെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അവിടെ ചെറിയ തീയിൽ അവിടെ അടച്ചിട്ടേക്കാം. അപ്പോൾ കുറേ നേരം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഒന്നും ചെയ്യണ്ട, ചെറിയ തീയിൽ അവിടെ കിടക്കട്ടെ, മസാലയൊക്കെ അതിലൊന്ന് കീഴ് പിടിക്കട്ടെ. ട്യൂഷൻ കഴിഞ്ഞ് പോകുന്ന പിള്ളേർ എനിക്ക് പണ്ടാരെ ഓർമ്മ വന്നെ മൽബറിക്ക് പൊട്ടിക്കാൻ കയറി അതിൻ്റെ മണ്ടയിലൊക്കെ കയറുക ഇരുത്തുന്നോണ്ട് ആക്റ്റീവാടെ മണ്ട കയറിയിട്ട് അതിൻ്റെ മണ്ടയിൽ കയറി നോക്കുന്നു. നമ്മുടെ സൊസൈറ്റിയിലെ പിള്ളേരല്ല, വേറെ 5-6 സൊസൈറ്റിയിലെ പിള്ളേരാണ് നമ്മുടെ അപ്പുറത്തെ ബിൽഡിങ്ങിൽ ട്യൂഷന് പോയിട്ട് പോവുക. അന്ന് വാച്ച്മാൻ ഇവിടെ ഇല്ലായിരുന്നു. ആ മരം മൊത്തം വലിച്ച് താത്തിട്ട് അത് ഒരു പരുവായിരുന്നു, അതങ്ങ് വാടിപ്പോയെന്നുള്ള അത്രയ്ക്ക് വലിച്ചിടുമായിരുന്നു എല്ലാം കൂടെ. എനിക്കിതും കൂടെ ഇത് കണ്ടിട്ട് എനിക്ക് പണ്ട് നമ്മൾ സ്കൂളിൽ പോയിട്ട് പുളിയും മാങ്ങയും പറിക്കാൻ കയറുന്നതാണ് എനിക്ക് ഓർമ്മ വന്നത്. ഒരുത്തനാണെങ്കിൽ അവിടെ ആക്റ്റീവാണ്ട്. എനിക്ക് ചൂരങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല, എനിക്ക് അതിൻ്റെ വീഡിയോക്കകത്തൂടെ എനിക്ക് കാണാം, പക്ഷേ എനിക്കിപ്പോൾ ഒന്നും കാണുന്നില്ല. ഒരുത്തൻ അവിടെ ഇരുന്ന് ആക്റ്റീവാടെ മണ്ട കയറിയിട്ടാണ് അത് പറിക്കുന്നത്. എനിക്ക് ചിരിയും വരുന്നുണ്ട് ഇവന്മാരുടെ ഈ പറച്ചിലും ഇതൊക്കെ. ഈ പിള്ളേർ ഇങ്ങനെയൊക്കെ ഈ ചെയ്യുന്നുണ്ടായെന്ന് തോന്നി. ഈ ഗാർഡനിലങ്ങാർ ഓരോന്ന് വെട്ടിക്കളയുന്നത്. അന്ന് തന്നെ പുളിമരം കണ്ടില്ലേ വെട്ടി മേപ്പോട്ടങ്ങാക്കിയത്. ഈ പിള്ളേർ പുളിയും പറിക്കാൻ ഓടുന്നുണ്ട്. അപ്പം നിങ്ങൾ വെളിച്ചെണ്ണയിൽ തന്നെ ഇതുണ്ടെന്നെങ്കിൽ ലാസ്റ്റിൽ വെളിച്ചെണ്ണ ഒഴിക്കണ്ട, പക്ഷെ ഒഴിച്ചാൽ കുറേ കൂടെ നല്ലതാണ്. അപ്പം ഞാനിത് വെളിച്ചെണ്ണയിലല്ല ഉണ്ടാക്കിയത്, എണ്ണയില. അപ്പം വെളിച്ചെണ്ണയുടെ ക്ഷാമം കൊണ്ടാണ് ഞാൻ എണ്ണയിലുണ്ടാക്കിയത്. അപ്പോൾ ലാസ്റ്റിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, വീഡിയോ ഇഷ്ടമായി ഈ ചാനൽ വീണ്ടും കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.